ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, ഫെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പ്രതീഷ് കുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിക്കെതിരെ അശ്ലീല പോസ്റ്റ്, യുവാവിനെതിരെ അന്വേഷണം തുടങ്ങി. രാമഭദ്രൻ കൊലക്കേസിൽ ഉൾപ്പെട്ട CPM നേതാക്കളെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ. കരവാളൂർ സെന്റ് ബെനഡിക്ട് മലങ്കര കത്തോലിക്ക പള്ളിയിൽ പുതിയ ദേവാലയത്തിന്റെ കൂദാശാകർമ്മം നിർവഹിച്ചു. പൊതുസമ്മേളനം രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ അശ്ലീല ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ചാലിക്ക സ്വദേശിയായ അജേഷ് മൻഹാറാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അജേഷ് മൻഹാർ എന്ന പേരിലാണ് അശ്ലീല ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട BJP പ്രവർത്തകർ തെന്മല, പുനലൂർ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയായിരുന്നു. പരാതി ലഭിച്ചതോടെ പ്രതിയെ കണ്ടെത്താനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അജേഷ് മൻഹാർ എന്നത് യഥാർത്ഥ പേരാണോ വ്യാജ പേരാണോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നോട്ട് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പത്തനാപുരത്ത് സമാധാനപരം. ശബരിമല തീർത്ഥാടനത്തെ ഹർത്താൽ ബാധിച്ചില്ല. അന്യ സംസ്ഥാനക്കാരുൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും KSRTC പമ്പ സർവീസുകളും തടസ്സമില്ലാതെ ഓടി. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്നും ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തിയില്ല. LDF നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K രാജഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം അവരെ മനസ്സിലാക്കിക്കുന്നതിന് പകരം തെറ്റായ വിവരങ്ങൾ നൽകി കേരളത്തിൽ ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടാൻ മാത്രമാണ് ഉമ്മനമടക്കമുള്ള BJP നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ അവസരമൊരുക്കിയപ്പോൾ അതിന് തടസ്സം നിന്നതും കേരളത്തിലെ BJP നേതാക്കളാണ്. CPI നേതാവ് അഡ്വക്കേറ്റ് S വേണുഗോപാൽ, CPM ഏരിയ സെക്രട്ടറി N ജഗദീശൻ, AB അൻസർ, രതീഷ് ചേകം, S ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഹർത്താൽ ദിനത്തിൽ ചുരുങ്ങിയ ചെലവിൽ ഭക്ഷണമെത്തിച്ച് ജയിൽ ജീവനക്കാർ. പത്തനംതിട്ട ജില്ലാ ജയിലിലെ ജീവനക്കാരാണ് ഹർത്താൽ ദിനത്തിൽ മാതൃകയായത്. പത്തനംതിട്ട ജില്ലാ ജയിലിൽ നിന്നുള്ള ജീവനക്കാരാണ് ഹർത്താലിൽ ബുദ്ധിമുട്ടിയവർക്ക് ഭക്ഷണപ്പൊതികൾ എത്തിച്ചത്. 5 ചപ്പാത്തിയും കറിയും അടങ്ങിയ ഒരു പൊതിക്ക് 25 രൂപയായിരുന്നു വില. ഇത് നിരവധി ആളുകൾക്ക് ആശ്വാസം പകർന്നു. സാധാരണ ഹർത്താൽ ദിനത്തിൽ പത്തനാപുരം നഗരത്തിൽ ഭക്ഷണശാലകളോ താൽക്കാലിക കടകളോ ഉണ്ടാകാറില്ല.
ഇത് നഗരത്തിലെത്തുന്നവരെ ഏറെ ബുദ്ധിമുട്ടിലാക്കാറുണ്ട്. ഇത്തരം ദിവസങ്ങളിൽ പട്ടിണിയിലാകുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ഭക്ഷണപ്പൊതി ഏറെ പ്രയോജനപ്രദമായി. ശബരിമല തീർത്ഥാടന കാലം ആയതിനാൽ പന്തളം, നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിലാണ് ജയിൽ ചപ്പാത്തിയുമായി മൊബൈൽ യൂണിറ്റ് എത്താറുള്ളത്. ശബരിമല പാതയായതിനാലും അന്യസംസ്ഥാന തീർത്ഥാടകർ എത്തുന്ന സ്ഥലമായതിനാലുമാണ് പത്തനാപുരത്തെത്തിയതെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. രാമഭദ്രൻ കൊലക്കേസിൽ ഉൾപ്പെട്ട CPM നേതാക്കളെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ. ഏത് കൊലപാതകം നടന്നാലും മാർക്സിസ്റ്റ് പാർട്ടി അവരുടേതായ ഒരു ഭാഷ്യം ആ കൊലക്കേസിൽ ചമയ്ക്കും. അതേപോലെ ഈ കൊലക്കേസിലും അങ്ങനെയാണ്. ഇത് നിങ്ങൾക്കെല്ലാം അറിയാം, ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകർക്കറിയാം, നാട്ടുകാർക്കറിയാം. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ വൈകിട്ട് രാത്രി മക്കളി എന്ന് വിളിച്ച് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന ആളിനെ വീട്ടിനകത്ത് കയറി വെട്ടി, അയാളെ പുറത്തിറങ്ങിച്ചാടി, പുറത്ത് ചാടിയപ്പോൾ അയാളെ തുണിനരമ്പ് വെട്ടി. വളരെ ബ്രൂട്ടലായ ഒരു കൊലപാതകം. ഇത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കൊലപാതകമാണ് ഇയാളുടെ കാര്യം. കൊലപാതക കേസിൽ CPM നേതാക്കൾക്കുള്ള പങ്ക് സംശയാതീതമായി തെളിഞ്ഞിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയാണ് കൊലപാതകത്തിന് പിന്നിലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. CBI അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു പിന്നിൽ കോൺഗ്രസ് BJP ഗൂഢാലോചനയാണെന്ന പ്രചരണവും നേതാക്കൾ തള്ളിക്കളഞ്ഞു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനും CPM നേതാവുമായ S. ജയമോഹൻ ഔദ്യോഗിക സ്ഥാനം രാജിവയ്ക്കണം. പുനലൂർ കാർഷിക വികസന ബാങ്കിന്റെ ഭരണസമിതിയിൽ നിന്ന് CPM നേതാക്കളായ ബാബു പണിക്കരെയും അഫ്സലിനെയും ഒഴിവാക്കണം. CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി പ്രതിരോധം സംഘടിപ്പിക്കും. പഞ്ചായത്ത് തലങ്ങളിൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ബഹുജന സമരങ്ങൾ നടത്തുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഡിസംബർ 3 വൈകുന്നേരം 4 അഞ്ചലിൽ സംഘടിപ്പിക്കുന്ന ജനകീയ കൂട്ടായ്മ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. സമരപരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പങ്കെടുക്കും. തുടർന്ന് പുനലൂരിൽ സംഘടിപ്പിക്കുന്ന സമരപരിപാടിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി, കോൺഗ്രസ് നേതാക്കളായ പുനലൂർ മധു, S. താജുദ്ദീൻ, സൈമൺ അലക്സ്, K. ശശിധരൻ, ഏരൂർ സുഭാഷ്, എബ്രഹാം ജോർജ്, കൈപ്പള്ളിൽ മാധവൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കേസ്. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 20,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാർ. കേരള കോൺഗ്രസ് എം പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട് ഉദ്ഘാടനം. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന സായാഹ്ന ധർണ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട് ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായി നോട്ട് പിൻവലിച്ചതിലൂടെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള സ്തംഭനാവസ്ഥ, പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാറ്റായിടുന്ന നയവുമായി പോകുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വികലമായ സാമ്പത്തിക നയത്തിനെതിരെയുള്ള ഒരു പോരാട്ടം. ആ പോരാട്ടമാണ് ഇന്ന് ഇവിടെ ഈ ധർണയിലൂടെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്.
അതോടൊപ്പം തന്നെ സഹകരണ മേഖലയെ തച്ചുടച്ചുകൊണ്ട് സ്വകാര്യ മേഖലകളെയും സഹകരണ മേഖലയും തച്ചുടച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ സാമ്പത്തിക നില, പാവപ്പെട്ടവന്റെ സാമ്പത്തിക നില താറുമാറാക്കുന്ന നയവുമായി പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയം ഈ രാജ്യത്തിന് ആപൽക്കരമാണ് എന്ന് വിളിച്ചോതുന്ന ഒരു ധർണയാണ്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയവും സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള നീക്കവും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ സഹകാരികളെയും കർഷകരെയും കേന്ദ്ര സർക്കാർ ദ്രോഹിക്കരുതെന്നും 112 വർഷം പാരമ്പര്യമുള്ള സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാൻ BJP സർക്കാർ തയ്യാറാകണമെന്നും ബെന്നി കക്കാട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് SM ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം പ്രസിഡന്റ് M അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K അനിൽ, നേതാക്കളായ സജി ജോൺ കുറ്റിയിൽ, പട്ടാഴി അനിൽ, മാങ്കോട് ഷാജഹാൻ, K തോമസ്, ബേബി പട്ടാഴി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കരവളൂർ സെന്റ് ബെനറ്റ് മലങ്കര കാത്തോലിക്ക പള്ളിയിൽ പുതിയ ദേവാലയത്തിന്റെ കൂദാശകർമ്മം നടന്നു. മാർ ബസേലിയസ് ക്ലെമീസ് കാത്തോലിക്ക ബാവയാണ് കൂദാശകർമ്മം നിർവഹിച്ചത്. കരവാളൂർ സെന്റ് ബെനഡിക്ട് മലങ്കര കത്തോലിക്ക പള്ളിയുടെ കൂദാശകർമ്മത്തിന് സഭാതലവൻ ബസേലിയസ് മാർ ക്ലീമിസ് കാത്തോലിക്ക ബാവ നേതൃത്വം നൽകി. ആശീർവദിക്കപ്പെടുന്നു. പരിശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഈ ദേവാലയത്തെയും ഈ വാതിലിനെയും ഞങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. തിരുവനന്തപുരം അതിഭദ്രാസന സഹായമെത്രാൻ സാമുവൽ മാർ ഐറേനിയോസ് എപ്പിസ്കോപ്പ, തോമസ് മാർ അന്തോണീസ് മെത്രാപ്പൊലീത്ത എന്നിവർ സഹകാർമ്മികരായി. 2 മണിയോടെ വിശ്വാസികൾ ചേർന്ന് കർദിനാളിനെയും മറ്റു ബിഷപ്പുമാരെയും സ്വീകരിച്ചു. തുടർന്ന് ഗ്രോട്ടോയുടെയും കൽക്കുരിശിന്റെയും കൂദാശകർമ്മം നിർവഹിച്ചു. തുടർന്ന് ദേവാലയത്തിന്റെ കൂദാശയും. ദേവാലയത്തിലെ പ്രധാന വാതിൽ ആശീർവദിച്ച് തുറന്ന് ദേവാലയത്തിനുള്ളിൽ ഒരുക്കിയിരുന്ന നിലവിളക്കിൽ സഭാപിതാക്കന്മാർ ദീപം കൊളുത്തി. തുടർന്ന് മദ്ബഹായിൽ പ്രവേശിച്ച് ത്രോണോസിന്റെയും മറ്റ് ബലിക്കായി ആവശ്യമായ വസ്തുക്കളും പിതാക്കന്മാർ ആശീർവദിച്ചു. തുടർന്ന് പ്രധാന വാതിൽ കർദിനാൾ ആശീർവദിക്കുകയും വലതുവശത്തെ വാതിൽ മാർ അന്തോണീസ് മെത്രാപ്പൊലീത്തായും ഇടതുവശത്തെ വാതിൽ ഐറോനിസ് എപ്പിസ്കോപ്പായും ആശീർവദിച്ചു. കോർ എപ്പിസ്കോപ്പമാരും വൈദികരും സിസ്റ്റേഴ്സും ഉൾപ്പെടെ 100 കണക്കിന് വിശ്വാസികൾ കൂദാശകർമ്മത്തിൽ പങ്കെടുത്തു. കുഞ്ഞുമൻകോട്ടോടം, ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരവാളൂർ സെന്റ് ബെനഡിക്ട് മലങ്കര കാത്തോലിക്ക പള്ളിയിലെ ദേവാലയ കൂദാശയോടനുബന്ധിച്ച് പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുവശത്തുള്ള ചിത്രം അൽഫോൺസാമ്മയുടെ ചിത്രം. രണ്ടുപേരും ജീവിതം ആഘോഷമാക്കിയത്. എങ്ങനെയാണ് മദർ തെരേസ ജീവിതം ആഘോഷമാക്കിയത്? സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും ജീവിതത്തെ ആഘോഷമാക്കിയത്. അൽഫോൺസാമ്മ എങ്ങനെ ജീവിതം ആഘോഷമാക്കി? സഹനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ചെയ്തത് എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഈ കല്ലും മണ്ണും ഒന്നുമല്ല ദേവാലയം. കരവാളൂർ സെന്റ് ബെനഡിക്ട് മലങ്കര കത്തോലിക്ക പള്ളിയിൽ പുതുതായി പണികഴിപ്പിച്ച ദേവാലയത്തിന്റെ കൂദാശ കർമ്മത്തോടനുബന്ധിച്ചുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ജീവിതം ആഘോഷിച്ചു വിജയിപ്പിച്ചവരാണ് വിശുദ്ധരായ മദർ തെരേസയും അൽഫോൻസാമയും. കരുണയും സ്നേഹവും കരുതലും കൊണ്ട് മദർ തെരേസയും സഹനവും പ്രാർത്ഥനയും കൊണ്ട് അൽഫോൻസാമയും ജീവിതം ലോകത്തിനു മുന്നിൽ മാതൃകയാക്കി. സമ്പത്ത് മാത്രമുണ്ടെങ്കിൽ ജീവിതം വിജയിക്കില്ല, ദൈവാനുഗ്രഹവും വേണം. ദൈവം മനുഷ്യനിലൂടെ ചരിത്രത്തിൽ ഇടപെടുന്നുണ്ടെന്നും പറഞ്ഞു. കയ്യിൽ പണമുണ്ടെങ്കിലും ഉള്ളത് പിൻവലിച്ച് വിനിയോഗിക്കാൻ സാധിക്കാത്തതിലൂടെ പണമുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞുവെന്ന ധാരണയ്ക്കു മാറ്റം വന്നുവെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ പറഞ്ഞു. പാവപ്പെട്ടവനോട് കരുണ കാണിക്കണം. പണമുണ്ടെങ്കിലും എല്ലാം പൂർത്തീകരണത്തിലെത്തണമെങ്കിൽ ദൈവത്തിന്റെ കരുണയുണ്ടാകണം. പാവപ്പെട്ടവന് ദാനം ചെയ്ത് ആരും ഇതുവരെ നശിച്ചു പോയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ല, ഞാനൊരു ഹൈന്ദവനാണ്. മദർ തെരേസയെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വലിയ സംതൃപ്തിയാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും എന്നുള്ള കർത്താവിന്റെ വചനം നമ്മൾ പാലിക്കുമ്പോൾ കൽക്കുരിശിന്റെയും കൊടിമരത്തിന്റെയും കുരിശടിയുടെയും ഗ്രോട്ടോയുടെയും കൂദാശ നടന്നു. ദേവാലയ കൂദാശ മലങ്കര സുറിയാനി കാതോലിക്ക സഭയുടെ തലവൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിൽ നടത്തി. ബിഷപ്പ് തോമസ് മാർ അന്തോണിയോസ്, തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായ മെത്രാൻ ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് എന്നിവർ സഹകാർമ്മികരായി. വികാരി ഫാദർ വിൽസൺ ചരുവിള, കരവാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ, ആയൂർ വൈദിക ജില്ലാ വികാരി ഡോക്ടർ വർക്കി ആറ്റുപുറത്ത്, ബദേൽ മർത്തോമ ചർച്ച് വികാരി ഫാദർ ഷാജി തോമസ്, സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ ഗീവർഗീസ് ഇറക്കത്ത്, നിത്യസഹായമാതാ ചർച്ച് വികാരി ഫാദർ റിജോ കുന്നംകോട്ട്, വാർഡ് മെമ്പർ എസ് ബിന്ദു, ദേവാലയ നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ വർഗീസ് മാമൻ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. പത്തനാപുരത്ത് അൽ അമീൻ സ്നേഹസ്തം പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്തു. വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുകയും പൊതുസമൂഹവുമായി അടുത്ത് ഇടപഴകുകയും ചെയ്യുന്ന വിദ്യാലയമാണ് അല്ലമീൻ എന്ന് മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. സ്നേഹഹസ്തം ലോഗോ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. അൽ ഹാജ് കടയ്ക്കൽ അബ്ദുൾ അസീസ് മൗലവി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് നജീബ് മുഹമ്മദ് ചാരിറ്റി ഫണ്ട് വിതരണം നിർവഹിച്ചു. ഭവനരഹിതരായ വ്യക്തികൾക്കുള്ള വീടിന്റെ രൂപരേഖ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ഹാജി എം നസീർ, വൈസ് ചെയർമാൻ അബ്ദുൾ മുത്തലീഫ്, സെക്രട്ടറി അബ്ദുൾ നവാസ്, മാനേജർ മുഹമ്മദ് ഷരീഫ്, ട്രഷറർ അബ്ദുൾ അസീസ്, PTA പ്രസിഡന്റ് എം ജാഫർ ഖാൻ, പ്രിൻസിപ്പൽ എൽ ഗീത നായർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പ്രധാനമന്ത്രിക്കെതിരെ അശ്ലീല പോസ്റ്റ്, യുവാവിനെതിരെ അന്വേഷണം തുടങ്ങി. രാമഭദ്രൻ കൊലക്കേസിൽ ഉൾപ്പെട്ട CPM നേതാക്കളെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ. കരവാളൂർ സെന്റ് ബെനഡിക്ട് മലങ്കര കത്തോലിക്ക പള്ളിയിൽ പുതിയ ദേവാലയത്തിന്റെ കൂദാശാകർമ്മം നിർവഹിച്ചു. പൊതുസമ്മേളനം രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. വാർത്തയ്ക്കുള്ളിലെ കാഴ്ചകൾ, കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ, കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ. പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം, ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. പറഞ്ഞാലും പറയണം ഓരോന്നു തോന്നിയ നന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. നമ്മുടെ നാട്ടിലെ നിരവധി രസകരമായ കാഴ്ചകൾ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അവ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നമുക്കത് ആഴ്ചവട്ടത്തിലൂടെ അവതരിപ്പിക്കാം. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9605234892.